ഓർഗനൈസിങ് കഴിഞ്ഞു, ഓൾട്ടർനേറ്റീവ്സിൻ്റെ ബേസ് ചെയ്തുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ ബേസ് ചെയ്തുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ ഫാക്ടേഴ്സ് ആണ് ഇന്നത്തെ മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പിപിടി കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫുൾ സ്ക്രീൻ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ടൈപ്സ് ഓഫ് ഡിസിഷൻ ആണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് വരേണ്ടത്. എസ്എ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സോ മാനേജറിയൽ ഡിസിഷൻ മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു following categories: programmed and non-programmed decisions and organizational and personal decisions. ഈ രണ്ട് രീതിയിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ഡിസിഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ്, ഓർഗനൈസേഷണൽ ആൻഡ് പേഴ്സണൽ ഡിസിഷൻസ് എന്ന് പറയുന്നത്. പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ തന്നെ ഉണ്ട് എന്താണ് ആ ഡിസിഷൻ്റെ ഒരു ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ കിട്ടും. Programmed decisions are also called routine decisions or structured decisions because these type of decisions are taken frequently and they are repetitive in nature. അപ്പം ഒരു ഓർഗനൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരം നമ്മൾ യൂസ്ഡ് ആവുന്ന അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ ആക്ച്വലി പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് നമ്മൾ ഓർഗനൈസേഷനിൽ റൈസ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ഥിരം എടുക്കുന്ന ഒരു സ്ട്രക്ചർഡ് ഡിസിഷൻ ആണ് ആക്ച്വലി പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഫ്രീക്വൻലി ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പൻ frequently and they are repetitive in nature. Such decisions are generally taken by the middle or lower level managers and they have a short term impact. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഡിസിഷൻ, അപ്പം അതിൽ തന്നെ ഉണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പ്രോബ്ലം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലംസ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ വലിയ ആൾക്കാരും കമ്പനിയിലുള്ള ഓർഗനൈസേഷനിലെ ടോപ്പ് ലെവൽസിലുള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് മിഡിൽ ഓർ ലോവർ ലെവൽ ആയിട്ടുള്ള മാനേജേഴ്സ് ലെവലിൽ ഇത് സോൾവ് ചെയ്യാവുന്ന കാര്യമുള്ള. സോ അതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആണ്, വലിയ ഒരു ലോങ് ടേമിലേക്ക് ഈ പറയുന്ന ഡിസിഷൻസ് പോകത്തില്ല. അതുകൊണ്ട് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എല്ലാം തന്നെ ഷോർട്ട് ടേം ഡിസിഷൻസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ബൈ മിഡിൽ ഓർ ലോവർ ലെവൽ മാനേജേഴ്സ്. This decision is taken within the purview of policy of the organization. Of course, you have to be consider the policy of the organization while taking the decision of programmed ones. അതായത് ഷോർട്ട് ടേം ഡിസിഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഓർഗനൈസേഷൻ വാല്യൂസിനെ വയലേറ്റ് ചെയ്യുന്നതോ ഓർഗനൈസേഷൻ പോളിസീസിനെ വയലേറ്റ് ചെയ്യുന്നതോ ഒന്നും ആവരുത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഡിസിഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. For example, making a purchase order for sanctioning the different types of leaves, increments in salary, placing purchase order, standard inventory terms, etc. Actually, ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റേഷൻസും ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം ഏതെങ്കിലും രീതിയിലുള്ള ഷോർട്ടേജസോ എന്തെങ്കിലും റിസോഴ്സസിന്റെ ആവശ്യം വരുവാണെങ്കിലോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ആവശ്യം വരുവാണെങ്കിലോ വലിയ ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ട് അത് വരുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും ദേ ക്യാൻ ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇങ്ങനെ ഒരു ഷോർട്ടേജ് വരുന്നുണ്ടെങ്കിൽ യു ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ദാറ്റ് ഇൻവെന്ററി യൂണിറ്റ് ആൻഡ് ടേക്ക് ദ പാർട്ട്. അതിനുശേഷം ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ സപ്പോസ് എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയലിന് ഷോർട്ടേജ് വരുന്നു, സ്ഥിരമായിട്ട് ഷോർട്ടേജ് വരുന്നുണ്ടെങ്കിലും അവിടെ എടുക്കുന്ന ഡിസിഷൻ എന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഇൻവെന്ററി എടുക്കണമെന്നുണ്ടെങ്കിലും നീഡ് സാങ്ഷനിങ് ഫ്രം ദ ടോപ്പേഴ്സ് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിന്റെ സാങ്ഷനിങ് വേണം. ആ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻവെന്ററി എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻഫോം ദ സുപ്പീരിയേഴ്സ് ആൻഡ് വെയിറ്റ് ഫോർ ദ ഡിസിഷൻ ഫ്രം ദ സുപ്പീരിയേഴ്സ്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സുപ്പീരിയർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻ വെയിറ്റ് ചെയ്യേണ്ട, യു ജസ്റ്റ് പർച്ചേസ് ദ തിങ്സ് ഫ്രം ദ ഇൻവെന്ററിയിൽ നിങ്ങൾ അത് കളക്ട് ചെയ്തോളൂ, അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. സോ ദ വർക്ക് ഈസ് നോട്ട് ഗെറ്റ് ഡിലേഡ്. അങ്ങനെയൊക്കെയുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ആക്ച്വലി ഒരു മിഡിൽ അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സ് ചെയ്യുന്നതാണ് ആക്ച്വലി പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. സോ പ്രൊവൈഡഡ് ദാറ്റ് വി ആർ നോട്ട് സപ്പോസ് ടു വയലേറ്റ് ദ പോളിസീസ് of our organization. Okay, managers dealing with such issues of routine nature usually follow the established clear-cut procedure. So there must be a clear-cut procedure for doing such activities. Managers know in advance what decision he has to take in a particular set of conditions. They need not to ask anything from their
superior. They have to go based on the situation. They have to act immediately based on the situation. Actually, they know what should be the condition and what should the action to be taken for that particular situation. അപ്പോൾ അവർക്ക് അതറിയാം. അതിനെ ബേസ് ചെയ്ത് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം മേ ബി ദേ വിൽ ഇൻഫോം ദ സുപ്പീരിയർ. അല്ലാതെ ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് they need to wait for the suggestion or the order from the superior. You got it? That is programmed decisions. I hope you understood. Yes, sir. Okay, non-programmed ആകുമ്പോഴത്തേക്കും structure is also known as strategic decisions or basic decisions or policy decisions or unstructured decisions. അപ്പോൾ പല രീതിയിൽ ഇത് ചോദിക്കാം. അതാണ് ഇവിടെ ഞാൻ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നത്. സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാം, ബേസിക് ഡിസിഷൻസ് ചോദിക്കാം, പോളിസി ഡിസിഷൻസ് ചോദിക്കാം, അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസ് ചോദിക്കാം. അപ്പം സ്ട്രാറ്റജിക് ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു മിഡിൽ ലെവൽ ലോവർ ലെവൽ മാനേജേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി ഡിസിഷൻസ് എല്ലാം തന്നെ എങ്ങോട്ട് പോകും? ടോപ്പ് ലെവൽസിലേക്ക് പോകും അല്ലേ? ടോപ്പ് ലെവൽ ആൾക്കാർ എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ നോൺ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഡിസിഷൻസ് ഇറ്റ് ടേക്കൺ ബൈ ടോപ്പ് മാനേജ്മെന്റ് പീപ്പിൾ വെൻ എവർ ദ നീഡ് റൈസസ്. അപ്പം സിറ്റുവേഷൻസിന് വരുന്നതിനെ ബേസ് ചെയ്താണ് ഈ പറയുന്ന നോൺ പ്രോഗ്രാംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അത് ചെയ്യുന്നതും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ്. These decisions deals with unique or unusual or non-routine problems. അപ്പം ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനോ അൺയൂഷ്വൽ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനോ അല്ലെങ്കിൽ കണ്ടീഷൻസിനോ നോൺ റീറ്റൺ ആയിട്ട് വരുന്ന പ്രോബ്ലംസിനോ അതൊക്കെയാണ് നമ്മൾ ആക്ച്വലി എന്ത് എടുക്കുന്നത്? നോൺ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, സച്ച് പ്രോബ്ലം കനോട്ട് ബി ടാക്കിൾഡ് ഇൻ പ്രീഡിറ്റർമിൻഡ് മാനർ. അപ്പം നമുക്ക് ഇങ്ങനെ റൈസ് ചെയ്ത് വരുന്ന പ്രോബ്ലം നമുക്ക് ഒരു ഓർഗനൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ബൈ ഡേ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ആ സമയത്തെല്ലാം നമ്മളൊരു പ്രിജുഡിസിങ് മൈൻഡോടെ നമ്മൾ ഇതിനെയൊക്കെ വെയിറ്റ് ചെയ്തിരുവാണെന്നുണ്ടെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ. വി കാൺ ഡു എനിത്തിങ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി കം. ആ വരുന്ന സമയത്ത് വി ഹാവ് ടു ഫേസ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു മേക്ക് ഡിസിഷൻസ് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ്. അപ്പം നമ്മളത് ഇന്ന സംഭവം ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇന്നൊരു സിറ്റുവേഷൻ റൈസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ സോ വി ഹാവ് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നാൽ മതി ഇങ്ങനൊരു സാധനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ദേ വിൽ പ്ലാൻ ഇറ്റ്. പക്ഷേ ആ ഒരു സമയത്തിന് ആ ഒരു പ്ലാനിങ്ങിന് വരും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന മുമ്പായിട്ട് തന്നെ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗോ ഫോർ ദ സിറ്റുവേഷൻ കണ്ടീഷൻസ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തേ പറ്റുള്ളൂ. സോ ദീസ് ആർ അൺഎക്സ്പെക്ടഡ് തിങ്സ്. സോ ആ സമയത്തുണ്ടാവുന്ന ഡിസിഷൻസ് എല്ലാം നമുക്ക് ടോപ്പ് ലെവൽ മാനേജേഴ്സിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ദേ ആർ നോട്ട് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയും. അപ്പം നമ്മളിത് എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുത്തു, ഓൾട്ടർനേറ്റീവ്സ് ബേസ് ചെയ്ത് നമ്മൾ ഡിസിഷൻ എടുത്തു, എന്നാൽ കൂടിയും സംതിങ് വിൽ ലാഗ്, സംതിങ് വിൽ കം. വി ഹാവ് ടു ഫേസ് സോ മെനി ഫാക്ടേഴ്സ് ദാറ്റ് മേ ബി മിസ്ഡ് ഓർ ദേ മേ റൈസ്. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്താണ് നമ്മൾക്ക് ഈ പറയുന്ന പ്രോഗ്രാംഡ് നോൺ പ്രോഗ്രാം ആയിട്ടുള്ള ഡിസിഷൻസിലേക്ക് പോകേണ്ടി വരുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഫാക്ടേഴ്സ് ആണ് അവിടെ വരുന്നത്. There are no established method or ready-made answer for such problems. A careful analysis is made by the management before taking a decision. അപ്പം കെയർഫുൾ എന്ന് പറയുന്നത് തന്നെ ഉദ്ദേശിക്കുന്നത് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട്. വി ഹാവ് മെയ്ഡ് എ ഡിസിഷൻ. പക്ഷേ ഇപ്പം നമ്മൾ എടുക്കുന്ന പുതിയ ഡിസിഷൻസ് ഒന്നും തന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പം ഒബ്ജക്റ്റീവിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയില്ല, ഗോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസിഷൻസിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ടച്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെയൊന്നും ഏതെങ്കിലും രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഉള്ള ഡിസിഷൻസ് മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ് മേക്ക് റിക്വയർഡ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. That's why this can be only taken by the top level managers. For example, issue related with industrial relation problems, declining market share, increasing competitions, problems with collaborated, starting new business, acquisition of business, etc. So these are the things happens in unexpected things happen in our organization. Some issues are there. So ഇത് ഇങ്ങനെ ഉണ്ടാകും. I think somebody's mic is on. അത് എന്തെങ്കിലും പറയാനായിട്ട് ശ്രമിക്കണോ? ഓക്കെ സർ ഡിഎക്ക് കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ വെയിറ്റ്. ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞേ.
നിങ്ങൾക്ക് എക്സാം ലേറ്റ് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? ലേറ്റ് ആയിരുന്നോ നിങ്ങൾക്ക് എക്സാം? അല്ല സർ. ഓക്കെ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഇൻഡസ്ട്രി റിലേഷൻ പ്രോബ്ലംസ്, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, കൊളാബറേറ്ററുമായിട്ട് വരുന്ന പ്രോബ്ലംസ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ്, അതൊക്കെ നമുക്കെന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ള ആണ് നമുക്ക് ആക്ച്വലി നോൺ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, കണ്ടീഷൻസ് ആണത് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഡിസിഷൻസ് ഹാസ് എ ലോങ് ടേം ഇമ്പാക്ട് ഓൺ ബിസിനസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാംഡ് ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും ഷോർട്ട് ടേം ഇമ്പാക്റ്റിലുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന നോൺ പ്രോഗ്രാംഡ് ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസ് തന്നെ ലോങ് ടേം ഇമ്പാക്റ്റ് ആണ് ബിസിനസ്സിനകത്ത് ഉണ്ടാക്കുന്നത്. ഇത് നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ ദർ ഇസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ടേബിൾ ആക്കി മാറ്റിയിരിക്കുന്നത്. പ്രോഗ്രാംഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡീൽസ് വിത്ത് റൂട്ടീൻ ഓർ റിപ്പീറ്റഡ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. നോൺ പ്രോഗ്രാം ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഡീൽസ് വിത്ത് യുണീക് ഓർ unusual or non-routine problems. Program decisions are highly certain conditions. Their uncertainty in nature ആണ് ഏതാണ് non-programmed decisions നകത്ത് വരുന്നത്. There are established procedures to take decisions. All things are programmed over here, so we have to act based on the condition. There is no established procedures for this. We have to take new decisions based on the conditions. Uncertain conditions ആണ് ഇവിടെ നമുക്ക് ഉണ്ടാവുന്നത്. മിഡിൽ ഓർ ലോവർ ലെവൽ എക്സിക്യൂട്ടീവ്സ് ക്യാൻ ടേക്ക് ഡിസിഷൻസ്. അവിടെയാണ് പ്രോഗ്രാംഡ് ഡിസിഷൻ വരുന്നത്. നോൺ പ്രോഗ്രാംഡ് വരുമ്പോഴത്തേക്കും ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് മാത്രമേ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം ദേ ഹാവ് ദ ഹയർ ലാർജ് ഇമ്പാക്ട്. അതും കൂടെ വേണമെങ്കിൽ എഴുതാം. ഇറ്റ് റിക്വയർസ് ലിറ്റിൽ ജഡ്ജ്മെന്റ് ആൻഡ് ഡെലിബറേഷൻ. സോ ആക്ച്വലി ദേ നോ വാട്ട് ഷുഡ് ബി ദ ആക്ഷൻ ഫോർ ദാറ്റ് കോസ്. അപ്പോൾ അത് അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഇവിടെ പ്രത്യേകിച്ച് ഒരു ജഡ്ജ്മെന്റോ ഡെലിബറേഷനോ ഒന്നും ആവശ്യമില്ല. ദേ ക്യാൻ ഡു. പക്ഷേ ഈ നോൺ പ്രോഗ്രാം ഡിസിഷനിൽ വരുമ്പോഴത്തേക്ക് യു ഷുഡ് നീഡ് സം പ്രോപ്പർ തിങ്കിങ് ആൻഡ് ജഡ്ജ്മെന്റ് ഓൾസോ. എന്നാൽ മാത്രമേ നമുക്ക് അത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ആ പർട്ടിക്കുലർ കണ്ടീഷനിൽ നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? ഓക്കെ, ഫൈൻ. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് കുറെ കാര്യങ്ങളോട് അഡീഷണൽ ആയിട്ട് കയറി വരും. അതാണ് ഹെഡിങ്സ് ഒക്കെ മാറും. അതാണ് ഇതിനകത്ത് വരുന്ന പ്രശ്നം. അടുത്തെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ ഡിസിഷൻസ് എന്ന് പറയുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ പ്രോഗ്രാംഡ് ആൻഡ് പ്രോഗ്രാംഡ് പറയുന്നത് ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ ഡിസിഷൻസ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പം അടുത്തത് പറയാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഡിസിഷൻസ് are decisions taken by an individual in his official capacity to further the interest of the organization, known as organizational decisions. അപ്പം ഓർഗനൈസേഷൻ ഡിസിഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ഡിസിഷൻസ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഇൻ പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പേഴ്സണോ അയാളുടെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് അയാൾ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഡിസിഷൻ എന്ന് പറയുന്നത്. അത് ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇൻ ഫർദർ ആക്ടിവിറ്റീസിൽ അതൊരു ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആയിട്ട് മാറുകയും അതങ്ങനെ ഓർഗനൈസേഷൻ ഡിസിഷൻ ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് എ പേഴ്സൺ കംസ് ന്യൂ MD. അപ്പൊ അദ്ദേഹം വരുമ്പോഴത്തേക്ക് അയാൾ വന്നിട്ട് പുതിയൊരു ഇംപ്ലിമെന്റേഷൻസ് വരുവാണ്, അയാളെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഒരു ഡിസിഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നാളെ ഓർഗനൈസേഷൻ ഡിസിഷൻ ആയിട്ട് മാറും. അതാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയുന്ന ടേംസിൽ വരുന്നത്. ദീസ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ റാഷണാലിറ്റി, ജഡ്ജ്മെന്റ് ആൻഡ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ടീം, ഒരു കുഞ്ഞു ടീമാണെന്നുണ്ടെങ്കിൽ ആ ടീം അവർക്ക് വരുന്ന ബേസ് ചെയ്തിരുന്ന അവരെടുക്കുന്ന ഡിസിഷൻസ് ആണ് എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷണൽ ആൻഡ് പേഴ്സണൽ ഡിസിഷൻസ് ബേസ് പറയുന്നത്. അതിനകത്ത് പറയുന്ന റാഷണാലിറ്റീസ് പറയുന്ന കണ്ടീഷൻസ്, റാഷണൽ എലമെന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ ജഡ്ജ്മെന്റ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ദ എക്സ്പീരിയൻസ് ഷുഡ് കംസ് ഇൻ പ്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഈ പറയുന്ന ഓർഗനൈസേഷൻ ഡിസിഷൻസ് വരുന്നത്. For example, regarding decision, it is introducing new incentive system, transferring an employee, reallocation of or redeployment of employees, etc. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ന്യൂ ഇൻസെന്റീവ് സിസ്റ്റം വരണമെന്നുണ്ടെങ്കിലും ഒരു പുതിയ മാനേജ്മെന്റോ അല്ലെങ്കിൽ പുതിയൊരു ഹെഡോ വരുന്ന സമയത്ത്
he can act based on ഇൻസെൻറ്റീവ് സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വരുത്തും. നാളെ അത് ഓർഗനൈസേഷൻ്റെ ഡിസിഷനായി മാറും. കാര്യം ടോപ്പ് ലെവലിലാണ് ഈ ഒരു ഡിസിഷൻ വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ ബൈ ദ ഓർഗനൈസേഷൻ. ട്രാൻസ്ഫറിങ് എംപ്ലോയി, ഒരു എംപ്ലോയിയെ വേറെടുത്തിട്ട് മാറ്റണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഇപ്പം 5 years ആണെന്നുണ്ടെങ്കിൽ അത് നാളെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 3 years ആയിട്ട് മാറ്റാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺസ് ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് കഴിയുമ്പോഴത്തേക്കും വേറൊരാൾ വരുന്നത് വരെയും അത് തന്നെയായിരിക്കും ഓർഗനൈസേഷൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. റീഅലൊക്കേഷൻ ഓർ റീഡിപ്ലോയ്മെന്റ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ആക്ച്വലി റീഅലൊക്കേഷൻ തന്നെയാണ് അതും പറയുന്നത്. Such decisions affect the functionality of the organizations directly. അപ്പോൾ ഈ ഓർഗനൈസേഷൻ അതിൻ്റെ പേഴ്സണൽ ഡിസിഷൻസ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും ഓർഗനൈസേഷൻ ഫങ്ഷൻസിന് ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും ഉള്ളൂ ഈ ഓർഗനൈസേഷൻ്റെ പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, എവിടെയാണ് സർട്ടൻ കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട്, അൺസർട്ടൻ കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട്. സെർട്ടനിറ്റി ഉണ്ട്, അൺസെർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് വരുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. നോർമലി ഡിസിഷൻ മേക്കിംഗ് ഇൻക്ലൂഡ്സ് ദ സെലക്ഷൻ ഓഫ് റൈറ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം വേരിയസ് അവൈലബിൾ ആൾട്ടർനേറ്റീവ്സ്. അപ്പം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എലമെന്റൽ നേച്ചർ എന്ന് പറയുന്നത് തന്നെ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സോ മെനി ആൾട്ടർനേറ്റീവ്സ് ഫോർ എ പർട്ടിക്കുലർ പ്രോബ്ലം. ആ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഈ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിനെ ചൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി ഒരു ബെസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. When the selected alternatives comes into action based on the present decision making in future period, it might not consider the problem associated with the alternatives. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു, അത് നമുക്കിപ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറ്റിയ ഒരു ആൾട്ടർനേറ്റീവ് ആണ് നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മേ ബി ഈ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രോബ്ലമായിട്ട് റൈസ് ചെയ്യാനുള്ള കാര്യമുണ്ട്. ഈ ഓൾട്ടർനേറ്റീവ് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു പ്രോബ്ലമായിട്ട് റൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാതെ പോകും, പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു സാധനം പ്രോബ്ലമായിട്ട് റൈസ് ചെയ്ത് വരും. സോ ടുഡേസ് ഡിസിഷൻ വിൽ അഫക്ട് ദ ഫ്യൂച്ചർ ആക്ഷൻ കൺസിഡറബിളി. അപ്പം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, പക്ഷെ ഉണ്ടാവാതിരിക്കാം, അതാണ് കണ്ടീഷൻസ്. സോ അപ്പോൾ ഇന്നത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആക്ഷനെ എന്തായാലും എഫക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. If it is a long-term decision-making process, the reflection of future should be considered in today's decisions to avoid more deviation from the original one. അപ്പം ലോങ് ടേം ഡിസിഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴേ മുന്നോട്ട് കണ്ടുകൊണ്ട് ഒറിജിനൽ എന്താണോ നമുക്ക് വേണ്ടത് അതിന് എന്താ പറയുക സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസോ ഡിസിഷൻസോ ആയിരിക്കണം നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ടത്. ഓക്കെ, the future conditions will vary from perfect certainty to complete uncertainty which will come in future. അപ്പം നമുക്ക് ഇപ്പം ഒരു സർട്ടൻ കണ്ടീഷനിലായിരിക്കും നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്, പക്ഷെ ഫ്യൂച്ചർ കണ്ടീഷനിൽ ഇത് മേ ബി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സർട്ടനിറ്റി കണ്ടീഷനിൽ നിന്ന് ഇതൊരു ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് അൺസർട്ടനിറ്റിയിലേക്ക് ഇത് മാറാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, therefore decision making involves conditions of perfect certainty, conditions of risk and conditions of complete uncertainty. 1 minute.
കേൾക്കാൻ പറ്റുന്നുണ്ടോ? Okay, so the condition of risk are mainly analyzed in three forms such as priori probability, empirical probability and subjective probability. അപ്പോൾ നമുക്ക് ഇൻ കേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസിഷൻ പ്രോസസ് ഉണ്ട്, ഡിസിഷൻ എടുത്ത ഒരു പ്രോസസ് ഉണ്ട് ബേസ്ഡ് ഓൺ സം ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇത് എത്രത്തോളം നമ്മളുടെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യും, അത് നമുക്ക് മൂന്ന് രീതിയിൽ, എല്ലാം പ്രോബബിലിറ്റി കേസുകളാണ്. അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ പ്രയോറിറ്റി പ്രോബിലിറ്റിയിൽ, അല്ലെങ്കിൽ എംപെരിക്കൽ പ്രോബിലിറ്റിയിൽ, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് പ്രോബിലിറ്റിയിൽ. ഇപ്പോൾ പ്രയോറിറ്റി പ്രോബിലിറ്റിയും എംപെരിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് പ്യൂർലി ന്യൂമറിക്കൽ ടേംസിലാണ് വരുന്നത്. സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. സോ ഓക്കെ, ദെൻ അടുത്ത സ്റ്റഡി ലേറ്റർ എന്താണെന്നുള്ള പറയും. അടുത്ത പറയുന്നത് ഡിസിഷൻ അണ്ടർ സർട്ടനിറ്റി കണ്ടീഷൻ. ദ മാനേജർ ഓഫ് ദ ഓർഗനൈസേഷൻ നോസ് ദ നേച്ചർ ഓഫ് ദ വർക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും വരുന്നതെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ എപ്പോഴും നേച്ചർ ഓഫ് വർക്കിനെ ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. സോ ഒരു ഓർഗനൈസേഷനിൽ റൈസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒന്നും തന്നെ റിപ്പീറ്റബിൾ ആയിരിക്കത്തില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു നേച്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, so based on that conditions only the organization decisions has to be taken. The circumstances time to time in these conditions he can use a deterministic model. അപ്പം ഏതെങ്കിലും കണ്ടീഷനകത്ത് നേച്ചറിനെ ബേസ് ചെയ്ത് ആണ് നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷൻ ഡിസിഷൻസ് എടുക്കുന്നതെങ്കിൽ കണ്ടീഷൻ എന്താണോ, ടൈം പീരീഡ് എന്താണോ, അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു മോഡൽ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇൻ ദിസ് കേസ് ഹി ഡസ് നോട്ട് നീഡ് ടു അനലൈസ് ഈച്ച് എലമെന്റ്സ് ഓഫ് വർക്ക്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന സിറ്റുവേഷനെ ബേസ് ചെയ്ത് ഓരോ പർട്ടിക്കുലർ എലമെന്റ്സും നമ്മൾ പറയുന്നുണ്ടായിരുന്നു, എക്സ്പെരിമെന്റേഷൻ, അനലൈസ്, ആ പാർട്ടിക്കിൾസിനകത്ത് നമ്മൾ ഓരോ പോയിന്റ്സിനെ ഡിവൈഡ് ചെയ്താണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഓൾട്ടർനേറ്റീവ്സിനെ എടുത്തിട്ട് അതിനെ സബ് ഡിവൈഡ് ചെയ്ത് അതിനകത്ത് വരുന്ന കോൺസിക്വൻസസ് എടുത്ത് അതിനെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. അപ്പം ഒരു ഡിറ്റർമിനിസ്റ്റിക് മോഡൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു സ്ലൈഡ്സിന്റെ ആവശ്യമില്ല. ഒരു കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് വർക്കിന്റെ എലമെന്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഹി ക്യാൻ ടേക്ക് ദ ഡിസിഷൻ. ദ പേ ഓഫ് ടേബിൾ മെത്തേഡ് ഈസ് ഫോളോഡ്. ഇൻ പേ ഓഫ് ടേബിൾ മെത്തേഡ് ദ ഔട്ട്കം ഓഫ്, ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്, ഡിസിഷൻ അണ്ടർ സർട്ടനിറ്റി കണ്ടീഷൻസിലാണ്. അതായത് നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, the payoff table method is followed. In payoff table method, the outcome of a decision under various conditions are made based on demand of the product in the form of low, moderate and high. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്കും ഇപ്പൊ സപ്പോസ് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിന് വരുന്ന ഡിമാൻഡിന്റെ ബേസ് ചെയ്ത് ഇപ്പൊ ഒന്ന് കൂടുതൽ പ്രോഡക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റിനാണോ ഹൈ ഡിമാൻഡ് വരുന്നത്, ഏത് പ്രോഡക്റ്റിനാണോ ഒരു ആവറേജ് ഡിമാൻഡ് വരുന്നത്, ഏത് പ്രോഡക്റ്റിനാണോ ലോവർ ഡിമാൻഡ് വരുന്നത്, അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു സെർട്ടനിറ്റി കണ്ടീഷൻ കിട്ടും. ആ സെർട്ടനിറ്റി കണ്ടീഷനിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഹൈ ഡിമാൻഡ് വരുന്ന പ്രോഡക്റ്റുകളിനെ മാർക്കറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ലോ ഡിമാൻഡ് വരുന്നതിനെ നമ്മളൊന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്കെയിൽ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു സെർട്ടനിറ്റി കണ്ടീഷനിൽ അത് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന ഫാക്ടേഴ്സിനെ സബ് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു മോഡൽ അനാലിസിസിലൂടെ നമുക്കത് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ലോ, മോഡറേറ്റ് ആൻഡ് ഹൈ ഡിമാൻഡ്സ് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹൈസ്റ്റ് ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് കൺസിഡർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഹൈ ഡിമാൻഡ് വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അതിന്റെ മാർക്കറ്റൈസേഷനും അതിന്റെ പ്രൊഡക്ഷൻ വാല്യൂസും അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. The next highest is considered and so on. അങ്ങനെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The method leads to get more profit to the organization, so the manager is forced to see the profitability. അപ്പൊ ഇങ്ങനെ വരുന്ന കണ്ടീഷനകത്ത് സെർട്ടനിറ്റി കണ്ടീഷൻസ് വരുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഡിസിഷൻസ് എല്ലാം തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അതായത് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതായിരിക്കണം ആ ഒരു സമയത്ത് നോക്കേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? ആണ് സെർട്ടനിറ്റി കണ്ടീഷൻസ് എന്ന് പറയുന്നത്.
ഇപ്പൊ ഇനി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയിലാണ്, ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇതിപ്പോ എന്തായാലും 4 മാർക്സ് ഡിസിഷൻ അണ്ടർ സർട്ടനിറ്റി, ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് 4 മാർക്സിനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എസ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം മൊത്തത്തിൽ. ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റിയിൽ വരുന്നത് ഇഫ് മാനേജേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ ഡു നോട്ട് ഹാവ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഔട്ട്കം ഓഫ് ദ ഡിസിഷൻ then he will be in a condition to run organization under uncertainty conditions. അപ്പം എന്താണ് ഔട്ട്കം എന്നുള്ളത് അറിയത്തില്ല, എന്താണ് ഓർഗനൈസേഷൻ ഔട്ട്കം, ഇതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ നമ്മളൊരു ഡിസിഷൻ എടുത്താൽ എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഈ പറയുന്ന എല്ലാം തന്നെ ഒരു അൺസർട്ടനിറ്റി കണ്ടീഷനായിട്ട് മാറും. ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് തന്നെ അൺസർട്ടനിറ്റി കണ്ടീഷൻ. നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി അതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമേ, അല്ലെങ്കിൽ അത് എഫക്റ്റ് ആവുമ്പോൾ ഇംപ്ലിമെന്റ് ആയി അത് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് അവിടുന്ന് കിട്ടുന്ന ഔട്ട്കം എന്നുള്ളത്. സോ ദാറ്റ് ഈസ് കോൾഡ് അൺസർട്ടനിറ്റി. സോ ഇൻ ദിസ് കേസ് എന്നാണ് in this every insufficient data is not available to develop the estimate similar to empirical probability method. അപ്പം നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ കൂടെയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇഫ് എ സഫിഷ്യന്റ് ഡേറ്റ ഇസ് മിസ്സിംഗ് ഫോർ ടേക്കിംഗ് എ ഡിസിഷൻ ഇറ്റ് മേ ബി ദാറ്റ് അത് തന്നെയായിരിക്കും ചിലപ്പോൾ എന്ന് പറയുന്നത് ആ ഡിസിഷനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലാപ്സ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഇൻസഫിഷ്യന്റ് ഡേറ്റാസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ അൺസർട്ടനിറ്റി ആയിട്ട് മാറും അത്. So a number of different decision criteria have to be proposed in possible form to make decision making. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ maximizing the maximum possible payoff, optimistic, maximizing the minimum possible payoff, pessimistic, then minimizing the maximum possible regret to the decision makers, regret conditions, assuming equally likely probabilities for the occurrence of each possible state of nature, insufficient reasoning. ഇങ്ങനെ ഉള്ള 4 ക്ലസ്റ്റേഴ്സ് ആയിട്ട് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് മാറും. അതിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് പിന്നീട് എടുക്കുക. ഓപ്റ്റിമിസ്റ്റിക് നേച്ചർ ആയിരിക്കണം, പെസിമിസ്റ്റിക് നേച്ചർ ആയിരിക്കണം, റിഗ്രറ്റിംഗ് കണ്ടീഷൻസിലായിരിക്കണം, ഇൻസഫിഷ്യന്റ് റീസണിങ് കപ്പാസിറ്റിയിലായിരിക്കണം പോകേണ്ടത്. ഇതാണ് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു ഒറ്റ ഇതിനകത്തങ്ങ് പഠിച്ചു പോയാൽ മതി. അടുത്തെന്ന് പറയുന്നത് ഡിസിഷൻ അണ്ടർ റിസ്ക് ആണ്. റിസ്ക് കണ്ടീഷൻ അറിയാൽ എന്തായിരിക്കും എന്നുള്ളത്. സോ വി ഹാവ് ടു ഫോഴ്സ്ഡ് ടു ടേക്ക് ദ ഡിസിഷൻ. അതാണ് ഡിസിഷൻ അണ്ടർ റിസ്ക് എന്ന് പറയുന്നത്. ജനറലി മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ മേക്ക് ദ ഡിസിഷൻ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ഓഫ് റിസ്ക്. ഫോർ എക്സാമ്പിൾ, ദ ഔട്ട്കം ഓഫ് ദ ഡിസിഷൻ ഈസ് ഡിസൈഡഡ് വിത്ത് ലെസ് ഇൻഫോർമേഷൻ അവൈലബിൾ. സോ അതായത് ഔട്ട്കം ബേസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അൺസർട്ടനിറ്റിയും ഫോം ചെയ്യാം, അതേപോലെ തന്നെ അതിനകത്ത് തന്നെ റിസ്ക് എലമെന്റ്സും കയറി വരാനുള്ള സാധ്യതകളുണ്ട്. ഇഫ് ദ ഇൻഫോർമേഷൻ ഈസ് നോട്ട് particularly available for making a decision, we have the alternatives but some gaps are there. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഇൻഫോർമേഷൻ ലാഗ് ഉണ്ടാവുന്നത്. ഇത് ആ ഒരു സമയത്ത് we have to go for uncertainty or the decision may be in the risk condition. In this situation, the manager has to develop the various estimates of events occurring. The estimates are experience, incomplete information and intelligence. അപ്പം ഇവിടേക്കാണ് ആക്ച്വലി ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസും ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസും എല്ലാം വരുന്നത്. അപ്പം എന്താകും എന്നുള്ളത് ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ മുന്നോട്ട് കൊണ്ടുപോയി അത് റിസ്ക് എലമെന്റ്സിനെ മാക്സിമം കുറച്ചുകൊണ്ട് ഉള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റണം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം റിസ്ക് വിൽ ബി ഇൻവോൾവ് ഇൻ ഡെവലപ്ഡ് എസ്റ്റിമേറ്റ്സ്. അപ്പം എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഇപ്പോൾ റിസ്ക് നമുക്കറിയാം. ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഇൻഫോർമേഷൻ ലാഗ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇൻപുട്ട് ചെയ്യുമ്പോൾ സക്സസ് ആവാനും അത് ഫെയിൽ ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 50-50 ആയിട്ടാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഈ പറയുന്ന ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ വരുന്ന സമയത്ത്, ബ്രെയിനിങ് എഫക്ട്സ് എല്ലാം കൂടെ വരുന്ന സമയത്ത് നമുക്ക് ആ റിസ്ക് എലമെന്റ് ഫാക്ടേഴ്സിനെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ വി ഷുഡ് ഓൾസോ കൺസിഡർ ദാറ്റ് റിസ്ക് ആക്ടിവിറ്റീസ്. ഓക്കെ, the probability of risk is calculated as the percentage of times a particular outcome with repeated action in large number of times. അപ്പം ഈ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മളൊരു പ്രോബബിലിറ്റി കേസിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ വി വിൽ ടേക്ക് ഇറ്റ് ആസ് എ പെർസെൻറ്റേജ് റേറ്റ്. എത്ര പെർസെൻറ്റേജ് റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് ഒരു ആൾട്ടർനേറ്റീവ് എടുത്തു,
അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എടുത്തു, അവിടെ റിസ്ക് എലമെന്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് എടുത്തിട്ട് എവറി ഓൾട്ടർനേറ്റീവ്സ് ഹാവിംഗ് ലാക്ക് ഓഫ് ഇൻഫർമേഷൻസ്, ആ ഇൻഫർമേഷൻസ് എല്ലാം അവിടെ കളക്ട് ചെയ്ത് വി യൂസ് ദാറ്റ് അവർ എക്സ്പീരിയൻസ് ഇന്റലിജൻസ് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ദാറ്റ് റിസ്ക് എലമെന്റ് ഫാക്ടേഴ്സ്. ആ റിസ്ക് എലമെന്റ് ഫാക്ടേഴ്സിനെ എല്ലാം കൂടെ എടുത്തിട്ട് അതിന് നമ്മൾ പെർസെൻറ്റേജിലോട്ട് മാറ്റും. അപ്പൊ ഏത് ആൾട്ടർനേറ്റീവ് എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് പോകുമ്പോഴാണ് റിസ്ക് ഫാക്ടേഴ്സ് കുറയുന്നത്, റിസ്ക് എലമെന്റ്സ് കുറയുന്നത്, വി വിൽ കൺസിഡർ ദാറ്റ് ആൾട്ടർനേറ്റീവ്. അതാണ് ആക്ച്വലി ഡിസിഷൻ അണ്ടർ റിസ്കിനകത്ത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് എടുക്കുന്നത് പ്രയറി പ്രോബിലിറ്റി, എംപെരിക്കൽ പ്രോബിലിറ്റി, സബ്ജക്റ്റീവ് പ്രോബിലിറ്റി. ഇത് മൂന്നുമാണ് ആക്ച്വലി എന്ത് ചെയ്യാൻ ഈ ഒരു പ്രോബിലിറ്റീസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പ്രയറി എംപെരിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്ന് പറയുന്നത് നമ്മൾ പ്രോബിലിറ്റി കേസ് തന്നെയാണ് വരുന്നത്. ദിസ് പ്രോബിലിറ്റി ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഇൻഫറൻസ് ഫ്രം അസ്യൂംഡ് കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ, എ കോയിൻ ഈസ് ടോസ്ഡ് സെവറൽ ടൈംസ് ടു പ്രെഡിക്ട് ദ ഔട്ട്കം ഓഫ് എ സിംഗിൾ ടോസ്. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ന്യൂമറിക്കൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അസ്യൂംഡ് കണ്ടീഷൻസിനകത്ത് നിന്ന് ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കുറെ ഫാക്ടേഴ്സിനെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പ്രോബിലിറ്റി കണ്ടീഷൻ ആണ് ആക്ച്വലി പ്രയറി പ്രോബിലിറ്റി എന്ന് പറയുന്നത്. എംപെരിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും it is determined by collecting and recording actual experience of for a period of time. The percentage of each event with respect to time is calculated for the event occurred. So this probability provides quantitative information about the event. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ റെക്കോർഡിക്കലാക്കിയിട്ട് അതിനകത്തുനിന്ന് റൈസ് ചെയ്ത് വരുന്ന കണ്ടീഷൻസ് നമ്മളെടുത്ത് മനസ്സിലാക്കി ഓരോ ഇവന്റ്സും ഒക്കൂർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് അതിനെ നമ്മൾ നോട്ട് ചെയ്യും. So it will taken as the quantity information. അപ്പോൾ ഒരു ഇവന്റിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി ഇൻഫോർമേഷൻസ് എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മാറ്റാം. ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന സാധനമാണ് എംപെരിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം പ്രയറി പ്രോബിലിറ്റി എന്ന് പറയുന്നത് അസ്യൂംഡ് കണ്ടീഷൻസിനകത്താണെന്നുണ്ടെങ്കിൽ എംപെരിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ എക്സ്പീരിയൻസിനെ മീറ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലായോ? ഇത് രണ്ടും തന്നെ ആക്ച്വലി ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസിനാണ് വരുന്നത്. ക്വാണ്ടിറ്റീവ്, അതായത് മെഷറബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. സബ്ജക്റ്റീവ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ സം കേസസ് മാനേജേഴ്സ് ഡു നോട്ട് ഗെറ്റ് സഫിഷ്യന്റ് ന്യൂമറിക്കൽ ഡേറ്റാസ് ടു കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഇവന്റ് യൂസിങ് ബോത്ത് എംപെരിക്കൽ ആൻഡ് പ്രയോറിറ്റി മെത്തേഡ്സ്. അപ്പം നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതായത് ന്യൂമറിക്കൽ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് വരും ചില കേസുകളിൽ. ആ കേസുകളിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല, വി ഹാവ് ടു ഗോ ഫോർ ദ ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഡിസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അൺസർട്ടനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ആക്ച്വലി ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ല ഓർഗനൈസേഷനിൽ. സോ വി ഹാവ് ടു ഗോ ഫോർ. അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് രണ്ട് എംപെരിക്കൽ ആയിട്ടുള്ള പ്രയറി പ്രോപ്പർട്ടീസ് എന്തെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതായത് ഈ പറയുന്ന അസ്യൂംഡ് കണ്ടീഷൻസിനകത്തു നിന്നും, അതായത് നമുക്ക് വരുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്ച്വൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുള്ള ഫാക്ടേഴ്സ് നമ്മൾ നോക്കുക. അത് രണ്ടും നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദ മാനേജർ മേക്ക് ഹിസ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ഹിസ് ഓൺ ജഡ്ജ്മെന്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ കണ്ടീഷൻ വരുന്നത്. അതാണ് ഈ സബ്ജക്റ്റീവ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ദ മാനേജർ ഹാസ് ടു ടേക്ക് ഹിസ് ഓൺ ഡിസിഷൻ ബേസ്ഡ് ഓൺ ദ ജഡ്ജ്മെന്റ്സ്. എപ്പോഴൊക്കെയാണ് വി ആർ ലാക്കിംഗ് numerical values from empirical and priori methods. The accuracy of the decision is less as compared to other methods due to unavailability of sufficient data. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെയാണ് സബ്ജക്റ്റീവ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. എന്താ പറയുക, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ വി ഹാവ് ടു റീതിങ്ക്. അതാണ് ഇവിടെ ഇൻഫർമേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയും ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ അൺസർട്ടനിറ്റിയും ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി, ഡിസിഷൻ അണ്ടർ സർട്ടനിറ്റി, ഡിസിഷൻ അണ്ടർ റിസ്ക്.